രാജാക്കന്മാരോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു എനർജിയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ന്യൂ ജനറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെല്ലാം ന്യൂ ജനറേഷനായി മാറിയിരിക്കുകയാണ്. ഹായ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഈ പ്രോഗ്രാം ഡാൻസുകൾ നമ്പർ കൊണ്ട് തകർക്കാനായിട്ട് ഞങ്ങളുമുണ്ട്. എല്ലാവരും കാണണം. നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്ത് പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ് മമ്മിക. മമ്മികയോടൊപ്പം ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ റിയലി ഹാപ്പി. ഞാൻ സ്കിറ്റൊക്കെ ചെയ്യാനായിട്ടാണ് പോകുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാവരും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഈ പ്രോഗ്രാമിൽ ഇപ്രാവശ്യം ഞാനുമുണ്ട്. തകർക്കാൻ പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം കൂടുതൽ. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രോഗ്രാം അമ്മയുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ പ്രോഗ്രാം വലിയ വിജയമായിരുന്നു. ഹായ്, ഈ ഷോ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ പല കാര്യങ്ങളിലും പല സുഹൃത്തുക്കളും, അതുപോലെ നാദർഷ, അതുപോലെ തന്നെ മറ്റേ ടിനി ടോം, അങ്ങനെ ഒരുപാട് സുരാജ് വഞ്ഞാറുമൂട്, അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൻ്റെ സ്കിറ്റും കാര്യങ്ങളുമായിട്ട് ആദ്യം തന്നെ ഒരു പ്രയത്നം തുടങ്ങിയിരുന്നു. ആ പ്രയത്നമാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്യുന്ന റീമ കല്ലിങ്കൽ, ശ്രീജിത്ത്, ഇവരൊക്കെ ഒരു പുതിയ പരീക്ഷണങ്ങളാണ് ഇതിനകത്ത് നോക്കുന്നത്. അങ്ങനെ ഈ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. My goodness, ദോഹയിൽ ഇത്രയും മലയാളികളുണ്ടോ? എവിടെ കേക്കട്ടെ? That's the spirit. Well, വളരെ വളരെ സ്പെഷ്യൽ ആയ ഒരു സന്ധ്യയാണ് ഇന്ന് ഇവിടെ ദോഹയിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും എല്ലാ നക്ഷത്രങ്ങളും ഈ രാവിൽ ഇതാ ഖത്തറിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. സോ നല്ലൊരു കൈഡി ആവട്ടെ, കേക്കട്ടെ. Let's hear it. All right. Well, ladies and gentlemen, വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളെ എല്ലാവരെയും ഞാൻ മനോഹരമായ ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Welcome to Saudia Group of Companies Doha, Qatar presents Kerala Film Producers Association's Award Night 2014 in association with Horatia Global and Music Lounge. ഈ നക്ഷത്ര രാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാവാക്കി മാറ്റാൻ ഒരു വലിയ ശ്രമം ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവും. തണുപ്പുള്ള രാത്രിയാണ്, പക്ഷേ എനർജിക്ക് നല്ല ചൂട് വേണം കേട്ടോ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഫാബ്യുലസ് എന്റർടൈൻമെന്റ് പരിപാടികളും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യണം. ഞാൻ തുടങ്ങട്ടെ എന്ന് ചോദിച്ചാൽ തുടങ്ങിക്കോ എന്ന് പറയൂ. തുടങ്ങട്ടെ. All right. ആദ്യം തന്നെ ഔപചാരികമായ ഒരു ചെറിയ ഉദ്ഘാടന ചടങ്ങാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു കൈഡിയോടെ ലെറ്റ്സ് വെൽക്കം ഓൾ ഓഫ് ദം ദ പ്രസിഡന്റ് ഓഫ് ദ KFPA ശ്രീ G. സുരേഷ് കുമാർ,
The Secretary M. Ranjit, Treasurer Prem Prakash. ഇവർക്കെല്ലാവർക്കും നല്ലൊരു കൈയടി നൽകാം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തുന്ന 4ാമത്തെ അവാർഡ് ദാന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. 2ാം തവണയാണ് അത് ദോഹയിൽ എത്തിയത്. അതിന് കാരണം ഇവിടുത്തെ പ്രേക്ഷകർ തന്നെയാണ്. സോ നല്ലൊരു കൈയടി നിങ്ങൾക്കായി. അടുത്തതായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരെ തന്നെയാണ്. ഈ ഷോ ഇവിടെ എത്താൻ കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് ആണ്. അതുകൊണ്ട് നല്ലൊരു കൈഡിയോടെ അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഐ വെൽക്കം ശ്രീ മുസ്തഫ, മാനേജിംഗ് ഡയറക്ടർ, സൗദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസർ. അദ്ദേഹത്തെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മിസ്റ്റർ അബ്ദുൽ ഗഫൂർ, AG വിഷൻ. വെൽക്കം ശ്രീ അബ്ദുൽ ഗഫൂർ. മിസ്റ്റർ മുസ്തഫ, ദോഹ സ്റ്റേജ്. ഞങ്ങളുടെ എല്ലാ സ്പോൺസേഴ്സിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ 4ാമത്തെ അവാർഡാണ്, 2ാമത്തെ അവാർഡാണ് ദോഹയിൽ. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ സ്പോൺസേഴ്സ് ഈ AG വിഷൻ ഗ്രൂപ്പും സൗദി സൂപ്പർ മാർക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെ നന്ദി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ മുസ്തഫ, ദോഹ സ്റ്റേജിലെ മിസ്റ്റർ മുസ്തഫ, മിസ്റ്റർ ബഷീർ, എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ദോഹയിലെ എല്ലാ മലയാളികളും നന്നായി ഒന്ന് ഒച്ച ഉണ്ടാക്കിക്കേ. Here we go. Kerala Film Producers Association Star Night 2014. Thank you, gentlemen. Thank you. Saudiya Group of Companies presents Kerala Film Producers Association Awards 2014. തുടങ്ങാം. സോ മനോഹരമായ ഈ അവാർഡ് ദാന ചടങ്ങിൽ ഒരു രംഗപൂജ നൃത്തരൂപത്തിലൂടെ നമ്മൾ അതിന് ഉദ്ഘാടനം കുറിക്കുകയാണ്. നമ്മുടെ എന്റർടൈൻമെന്റ് പരിപാടികൾ തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഈ രംഗപൂജ ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ എത്തുന്നത് മലയാള സിനിമയിലെ സുന്ദരിയായ ഒരു നായികയാണ്. നിരവധി സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എത്രയോ സൂപ്പർ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. ഷീ ഈസ് എ ഫാബുലസ് ഡാൻസർ. നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടി റീമ കലിംഗൽ ആൻഡ് ടീം. കൊറിയോഗ്രഫി ബൈ ശ്രീജിത്ത്. Here we go.
ഇവിടെയുള്ള മലയാളികളാണെങ്കിലും ഇപ്പോൾ ദുബായിലുള്ള മലയാളികളാണെങ്കിലും കേരളത്തിനേക്കാൾ കൂടുതൽ സിനിമയെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നടത്താൻ എന്തു വന്നാലും നമുക്ക് താല്പര്യമുണ്ട്. 2013-2014 കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞുപോയ പ്രഗത്ഭരും പ്രസിദ്ധരുമായ ഒട്ടേറെ ഗുരുജനങ്ങളുണ്ട്. അവരുടെയൊക്കെ വേർപാട് സിനിമാ മേഖലയ്ക്കാകെ തന്നെ തീരാ നഷ്ടമായി തീർന്നിട്ടുമുണ്ട്. സ്നേഹവാത്സല്യങ്ങളുടെ പ്രതിരൂപം പോലെ നമുക്കൊക്കെ അമ്മയായി തീർന്ന സുകുമാരിയമ്മ, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നന്മയുടെ സന്ദേശം പകർന്നുകൊടുത്തു ആ അമ്മ. സുകുമാരിയമ്മ ഇല്ലാതുള്ള സിനിമാ ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നത് തന്നെ ഒരു മഹാദുഃഖമാണ്. ഇന്ത്യൻ സിനിമയിൽ തിരക്കിട്ട് അഭിനയിച്ചു സുകുമാരിയമ്മ. എന്നിട്ടൊടുവിൽ നമുക്കിടയിൽ നിന്ന് ദൈവം തിടുക്കപ്പെട്ട് പിടിച്ചുകൊണ്ടുപോയ ആ വലിയ അഭിനേത്രിയുടെ നഷ്ടം ഒരിക്കലും തീരില്ല. ഹൃദയ സരസ്സുകളിൽ പുഷ്പോത്സവങ്ങൾ നടത്തിയ വി ദക്ഷിണാമൂർത്തി ഇന്ത്യൻ ക്ലാസിക്കൽ രാഗങ്ങളെ ജനപ്രിയ ഇണങ്ങളാക്കി ദക്ഷിണാമൂർത്തി സ്വാമി അവതരിപ്പിച്ച ഗാനങ്ങൾ അനശ്വരങ്ങൾ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്ന് ദൈവീക നാദമാധുരി സൃഷ്ടിച്ച സ്വാമിയുടെ സംഗീത സപര്യ നമ്മുടെ സിനിമാ രംഗത്തിന് അമൂല്യ സംഭാവനകളാണ് നൽകിയത്. മറുനാടൻ ശീലുകളിൽ നിന്ന് മലയാള സിനിമാ ഗാനങ്ങളെ തനിമയിലേക്ക് കൊണ്ടുവന്ന കെ രാഘവൻ മലയാള ഗാനങ്ങളുടെ കായലരികത്ത് വലയെറിഞ്ഞ് മഹാ അത്ഭുതങ്ങളെ കണ്ടെത്തി രാഘവൻ മാസ്റ്റർ. മലബാറിലെ നാഴിയൂരിപ്പാലിൻ്റെ നാടൻ ഈണങ്ങളെ ഭാരതീയ സംഗീത ശ്രേണിയിലേക്ക് ക്ഷണിച്ചിരുത്തി മാസ്റ്റർ. മലയാളത്തിൻ്റെ ഹിറ്റ് മേക്കർ ശശികുമാർ. നമ്പ്യാതിശ്ശേരിൽ വർക്കി ജോൺ എന്ന ശശികുമാർ 3 ലോക റെക്കോർഡുകൾക്കുടമയാണ്. ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തയാൾ 141 ചലച്ചിത്രങ്ങൾ. ഒരു നായകനെ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തയാൾ പ്രേം നസീർ 84 ചിത്രങ്ങൾ. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തയാൾ 1977 15 ചിത്രങ്ങൾ എന്നീ 3 റെക്കോർഡുകളുടെ ഉടമ. നടനായി തുടങ്ങി മഹാസംവിധായകനായി മാറിയ പ്രതിഭയെ മലയാളം എക്കാലത്തും നെഞ്ചിലേറ്റും. Saudia Group of Companies presents Kerala Film Producers Association's Award Night 2014. അടുത്തതായി ഈ വേദിയിൽ 70s-ലും 80s-ലും നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച 4 പ്രൊഡ്യൂസേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. They are ശ്രീ NG John, ശ്രീ PV Gangadharan sir, ശ്രീ PKR Pillai and ശ്രീ David Kachapillai. തീർച്ചയായിട്ടും ഈ 4 പ്രൊഡ്യൂസേഴ്സും ഇവിടെ എത്തിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ അവരെ വേദിയിലേക്ക് ആദരിക്കാൻ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ സിനിമയിലെ ഗാനങ്ങൾ കോർത്തിണക്കി ഒരു മെഡ്ലി ഡാൻസ് പെർഫോമൻസുമായി വേദിയിലെത്തുന്നു നമ്മൾക്ക് പ്രിയപ്പെട്ട ചില നക്ഷത്രങ്ങൾ. നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ദി ആബ്സല്യൂട്ട്ലി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്ട്രസ് ശ്വേത മേനൻ.
the lovely Mukta, the gorgeous Maithili, the extremely handsome Vineet Kumar, and Kude, the dancers. Here we go. Tanari vilakku teninyadano konnamaram poothulanyadano സുഖമാണീ കാറ്റ് അരികിൽ നീ വരും
ಸುರಭಿಲ ಪುಳಗಿದ ನಿಮಿಷಮಿದೆ ನೀತಾ ಮನಸಿಜ ಮಧುಗನ ಮನುಪಮರತಿಲತಿಗೆ ಮಲಯಜ ಸುರಭಿಲ ಪುಳಗಿದ ನಿಮಿಷಮಿದೆ ನೀತಾ ಮನಸಿಜ ಮಧುಗನ ಮನುಪಮರತಿಲತಿಗೆ മധുവാദിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൻ തേരേറിവാ എൻ മനസ്സിൻ പാനപാത്രം നീ നുകരാൻ വാ നിൻ പൊൻചിരിത്തേൻ മഞ്ചരി വാ 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 സഖി വാ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ വളരെ സന്തോഷകരമായ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ദൗത്യമാണ് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ സന്തോഷകരവും അഭിമാനകരവും എന്ന് പറഞ്ഞത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ 4 പേർ വളരെ ലളിതമായി വളരെ സിമ്പിളായി നിൽക്കുന്നുണ്ട് എങ്കിലും മലയാള സിനിമയുടെ 4 നെടും തൂണുകളാണിവർ. മലയാള സിനിമാ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതേണ്ട 4 പേരാണ്. ജിയോ കുട്ടപ്പൻ ചേട്ടൻ, PVG എന്നറിയപ്പെടുന്ന PV ഗംഗാധരൻ ചേട്ടൻ, PKR പിള്ള ചേട്ടൻ, ഡേവിഡ് കാച്ചപ്പള്ളി. അവരെ ആദരിക്കാൻ മലയാള സിനിമാ വേദിയിലെ അവരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും 4 നെടും തൂണുകളെയാണ് ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. ശ്രീ മമ്മുക്ക, ശ്രീ മോഹൻലാൽ, ശ്രീ ജയറാം ആൻഡ് ദിലീപ്. പ്ലീസ്. സൂപ്പർ സ്റ്റാർസ് ഇതാ വേദിയിൽ എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മുഹൂർത്തമാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവാർഡ് നൈറ്റ്സ് 2014 ഈ വേദിയിൽ. ഈ ഒരു വേദിയിൽ വെച്ച് നമ്മളുടെ സിനിമയിലെ സൂപ്പർ സ്റ്റാർ പ്രൊഡ്യൂസേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. ആദ്യത്തെ അവാർഡ് നൽകുന്നത് ശ്രീ മമ്മുക്കയാണ്. മമ്മുക്ക, പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. ആൻഡ് മമ്മുക്ക ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത് മറ്റാരെയുമല്ല, അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ഒരു വടക്കൻ വീരഗാഥയുടെ പ്രൊഡ്യൂസറായ ശ്രീ PV ഗംഗാധരൻ സാറിനെയാണ്. ഗംഗാധരൻ സാർ, പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. അവാർഡ് നൽകുന്നതിന് തൊട്ട് മുമ്പ് മമ്മുക്ക ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ കൂടെ വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ ആൻഡ് വാട്ട് വുഡ് യു ലൈക്ക് ടു സേ? നമസ്കാരം. ഇവിടെ പറഞ്ഞതുപോലെ വടക്കൻ വീരഗാഥയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മയുള്ള സിനിമ. പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് എനിക്ക് ഓർമ്മയുള്ള പല സിനിമകളും PVG എടുത്തിട്ടുണ്ട്. ഞാൻ സിനിമയിൽ പിച്ചവെച്ചു തുടങ്ങിയ കാലത്താണ് അഹിംസ എന്ന സിനിമയിൽ എന്നെ അഭിനയിക്കാൻ അദ്ദേഹം ക്ഷണിക്കുന്നത്. അഹിംസയിലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായി ഒരു അവാർഡ് കിട്ടുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് അഹിംസ എന്ന ചിത്രത്തിൽ ആ വർഷം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പുരസ്കാരം അല്ലെങ്കിൽ ഈ ബഹുമതി അദ്ദേഹത്തിന് സമർപ്പിക്കാൻ എനിക്ക് അവസരമുണ്ടായതിൽ അതിയായ സന്തോഷമുണ്ട്. അതും ഈ പ്രവാസികളുടെ
സിനിമയെ സ്നേഹിക്കുകയും സിനിമയുടെ വലിയൊരു സപ്പോർട്ടായിട്ടുള്ള ഖത്തറിലെയും അതുപോലെയുള്ള ഗൾഫ് നാടുകളിലെ പ്രവാസികളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ ഈ സന്ദർഭത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇനിയും അദ്ദേഹത്തിന് മലയാള സിനിമയ്ക്ക് നല്ല ചിത്രങ്ങൾ കാഴ്ചവെക്കാനുള്ള ബാല്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക PVGക്ക് അദ്ദേഹത്തിന്റെ അവാർഡ് നൽകുകയാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുകയും കൂടിയാണ്. മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തിന് സംഭാവനയ്ക്ക് നല്ലൊരു കൈഡിയോടെ മലയാളികൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമകളാണ് PVG മലയാള സിനിമയ്ക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ കോൺട്രിബ്യൂഷൻ ആണ്. Let's give it up for PVG. ദോഹയിലെ പ്രിയമുള്ള നമ്മുടെ നാട്ടുകാരെ, മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് ലഭിച്ചത് ശ്രീ മോഹൻലാൽ, ശ്രീ ജയറാം, ശ്രീ ദിലീപ്, കുട്ടപ്പേട്ടൻ, എൻ്റെ ഗുരുവാണ് കുട്ടപ്പേട്ടൻ, പിള്ളച്ചേട്ടൻ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, മുകേഷ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കിട്ടിയത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളിൽ ഒന്നായി ഞാനിതിനെ കണക്കാക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടനവധി അവാർഡുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നാഷണൽ അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡ്, അതുപോലെ സ്റ്റേറ്റ് അവാർഡുകൾ, പല അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ഞാൻ ആഗ്രഹിച്ച ഒരു അവാർഡ് തന്നെയായിട്ട് ഞാനിതിനെ കാണുകയാണ്. അതും ദോഹയിലെ നല്ലവരായ നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കിട്ടിയതിന്. താങ്ക് യു സോ മച്ച് സർ. അടുത്ത അവാർഡ് നൽകുന്നതിനായി നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലാലേട്ടൻ അവാർഡ് നൽകാൻ പോകുന്നത് മറ്റാർക്കുമല്ല, അദ്ദേഹത്തിന് തന്നെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ചിത്രം, വന്ദനം, അർഹത എല്ലാം നിർമ്മിച്ച പ്രൊഡ്യൂസർ ശ്രീ PKR പിള്ളയ്ക്കാണ്. രണ്ടുപേരെയും മുന്നിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങൾ. ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഗംഗാരേട്ടനും അല്ലെങ്കിൽ കുട്ടപ്പേട്ടനായാലും പിള്ളച്ചേട്ടനായാലും ഡേവിഡും ആയാലും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവന്മാരായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു ടോക്കൺ അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് കഴിയുന്നത് രീതിയിൽ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഒരു സാഹചര്യം ഒരുക്കി തന്ന ഇത്തരം ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചതിൻ്റെ ഭാരവാഹികളോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ചിത്രം എന്ന സിനിമ മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ചിത്രമായിരുന്നു. 365 ദിവസത്തോളം ആ ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിന്നും മലയാള സിനിമയിൽ മായാത്ത ഒരു ചിത്രമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ അത്തരം ഒരു ചിത്രം നിർമ്മിക്കുകയും അതിൻ്റെ ഭാഗമാകാൻ എനിക്കൊരവസരം ചെയ്ത പിള്ളച്ചേട്ടനോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരോടും, മലയാള സിനിമയിലെ അഭിനേതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരോടും, ഞങ്ങളെ ഇത്ര കാലം വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി ഈ വേദിയിൽ ശ്രീ PKR പിള്ളയ്ക്കുള്ള അവാർഡ് ദാന ചടങ്ങാണ് ലാലേട്ടൻ നിർവഹിക്കാൻ പോകുന്നത്. പൊന്നാട അണിയിക്കുന്നു. നല്ലൊരു കൈഡി നൽകാം for a man who's contributed so many fantastic films to the Malayalam film fraternity. ശ്രീ PKR പിള്ളൈ ട്രോഫി നൽകി അവരുടെ സമഗ്ര സംഭാവനയും നമ്മൾ ആദരിക്കുകയാണ്. നന്നായി ഒന്ന് കൈയടിക്കുവാനും മലയാളികളെ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളാണ് അദ്ദേഹം സമാപ്തി ചെയ്തിരിക്കുന്നത്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കളോടും ഈ പിള്ളച്ചേട്ടൻ്റെ ഇളമയായ നമസ്കാരം ആദ്യം പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് മോഹൻലാലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ ലാലിനെ കണ്ട അന്ന് മുതൽ എൻ്റെ മകൻ്റെ പോലെയാണ് ഞാൻ ലാലിനെ സ്നേഹിച്ചിട്ടുള്ളതും ആ രീതിയിൽ തന്നെ ഞാൻ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്.
മമ്മൂട്ടിയെ കണ്ട ഉടനെ ഞാൻ എൻ്റെ പുലി വരുന്ന പുലി പടം ചെയ്ത് എനിക്ക് ഓർമ്മ വന്നു. ആ ഓർമ്മ വന്നതും അങ്ങനെ എല്ലാം പരസ്പരം എല്ലാവരെയും കാണാനും ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നിങ്ങളെ എല്ലാവരും എനിക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നന്ദി. Thank you so much. നല്ലൊരു കൈയടി നൽകാം for PK and Pillai sir. And അടുത്ത ആദരിക്കൽ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു. അതിനായി നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളുടെ ജയറാമേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. And ജയറാമേട്ടൻ അവാർഡ് നൽകി ആദരിക്കുന്നത് പ്രശസ്ത പ്രൊഡ്യൂസർ ശ്രീ NG ജോൺ അവർകളെയാണ്. സഹൃദയ സദസ്സിന് വന്ദനം. ഏതാണ്ട് കൃത്യം 30 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി കലാഭവൻ്റെ മിമിക്രിയോടൊപ്പം ഈ ദോഹയുടെ മണ്ണിൽ കാലുകുത്തുന്നത്. 84-85 കാലഘട്ടങ്ങളാണ്. ഇന്ന് വീണ്ടും ഈ 10-30 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ വലിയ മഹാഭാഗ്യങ്ങളിലൊന്നാണ്. അതിന് ഈ കൂടിയിരിക്കുന്നവരോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നെനിക്കറിയില്ല. എന്തായാലും മനസ്സുകൊണ്ടും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. എന്തായാലും ഇത്തരം ഒരു നല്ല സദസ്സ്, അതായത് ഈ വലിയ വലിയ ഗുരുക്കന്മാരെ ആദരിക്കാൻ കിട്ടുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പുണ്യമായി കരുതുന്നു. ഇവരുടെയൊക്കെ ചിത്രങ്ങളിൽ, എല്ലാവരുടെയും ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എങ്കിലും ആദരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം, പുണ്യം. ഒരുപാട് നന്ദി. താങ്ക് യു. ജയ് ഹിന്ദ്. ഈ വേദിയിൽ വെച്ച് ജയറാമേട്ടൻ പൊന്നാടാനീശ ആദരിക്കുന്നു പ്രശസ്ത പ്രൊഡ്യൂസർ ശ്രീ NG ജോൺ. നല്ലൊരു കൈഡി നൽകാം അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ സിനിമകൾ അണ്ടർ ദ ബാനർ ജിയോ ഫിലിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മണിരത്നം സാറിന്റെ ആദ്യത്തെ ചിത്രം, മൾട്ടി സ്റ്റാർ ഫിലിം ഈ നാട്, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. നല്ലൊരു കൈഡി നൽകാം പ്രൊഡ്യൂസർ ശ്രീ NG ജോൺ. 1939 ഒരു സംസാരിക്കാത്ത ചിത്രം കേരളത്തിൽ വിതരണം ചെയ്ത് ജിയോ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം എൻ്റെ പിതാവ് തുടങ്ങി. 11 വർഷങ്ങൾക്ക് ശേഷം പ്രസന്ന എന്നൊരു മലയാള സിനിമ അദ്ദേഹം നിർമ്മിച്ചു. തിരുവിതാംകൂർ സഹോദരിമാരായ ലളിതാപത്നി രാഗിണിമാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയായിരുന്നു. 1954 എൻ്റെ പിതാവിൻ്റെ കൂടെ ഞാനും സിനിമയിൽ വന്നു. മലയാളം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്രയും വലിയൊരു സംഘടനയായി വളർന്നു വന്നതിൽ ഒരു ചെറിയ നേരിയ പങ്ക് ആദ്യകാലങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. ഉള്ളുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അന്യനാട്ടിൽ വന്ന് ഈ ഇത്രയും സിനിമ പ്രേമികളെ കണ്ടതിലും സന്തോഷമുണ്ട്. നന്ദി. താങ്ക് യു സോ മച്ച് ജയറാമേട്ട. കൺഗ്രാറ്റുലേഷൻ ശ്രീ NG ജോൺ. ആൻഡ് അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പ്രിയങ്കരനായ ദിലീപേട്ട. ദിലീപേട്ടൻ അവാർഡ് നൽകുന്നു. മറ്റാർക്കുമല്ല, ശ്രീ ഡേവിഡ് കാച്ചിപ്പിള്ളി. സ്വാഗതം. ദോഹയിലെ എൻ്റെ സഹോദരങ്ങൾക്ക് നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ സായാഹ്നത്തിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ. 1991-92 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ജയറാമേട്ടനോടൊപ്പം ഇവിടെ മിമിക്രി കളിക്കാൻ ഈ ഖത്തറിൽ വന്നത്. അതിനുശേഷം നിങ്ങൾ തന്ന സ്നേഹം, നിങ്ങളുടെ കയ്യടി, അതാണ് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് അവസരം തന്നത്. ഞാനതിന് നേരിട്ട് നിങ്ങളോട് നന്ദി പറയുന്നു. ഡേവിഡ് ഏട്ടൻ്റെ ഒരു സിനിമയിലാണ് എനിക്ക് അഭിനയിക്കാൻ അവസരമുണ്ടായത്, ഇഷ്ടം എന്ന സിനിമ. ആ സിനിമ വിജയിപ്പിച്ച നിങ്ങൾക്കും അതുപോലെ തന്നെ ആ സിനിമയിൽ അഭിനയിക്കാൻ അവസരം തന്ന ഡേവിഡ് ഏട്ടന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്ന മിക്ക ആളുകളും സിനിമയിലെ നിർമ്മാതാക്കളാണ്. ജയറാമേട്ടൻ മാത്രമാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ വേദന മനസ്സിലാക്കാൻ ജയറാമേട്ടൻ താമസിയാണ്ട് സിനിമ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതാ അല്ല, ജയറാമേട്ടൻ എന്തോ പറയാനുണ്ട്. അല്ലല്ല, ജയറാമേട്ടനാണ് പറയണ്ടത്. ഒന്നുമില്ല, ഇന്ന് മമ്മൂക്കയുടെ ഒപ്പമാണ് ഞാനും ദിലീപും കാറിൽ ഒരുമിച്ച് അങ്ങോട്ട് വന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇങ്ങനെ അവൻ പറഞ്ഞു, നീ മാത്രം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാതെ രക്ഷപ്പെട്ടു പോകുന്ന ഒരാളാണ് മലയാള സിനിമയിൽ, നീ കാശ് മുഴുവൻ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞാൻ മമ്മൂക്കയോട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം പറഞ്ഞു. ഞാനും ദിലീപും ലാലേട്ടനോടൊപ്പം ഒരു സിനിമ ചെയ്തു, ചൈന ടൗൺ എന്ന് പറയുന്നത്. അതേപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു ആഗ്രഹം, മമ്മൂക്ക നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും, നമുക്ക് 3 പേർക്കൊരു സിനിമ
ചെയ്യണ്ടേ? വരുന്ന വഴിക്ക് മമ്മൂക്ക തന്നെ പറഞ്ഞു, നല്ല ഐഡിയയാണ്, ഒരു കഥ ഉണ്ടാക്കിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഥ ഉണ്ടാക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് വരുമ്പോൾ അപ്പോൾ അതാണ്. അപ്പോൾ ഇപ്പോൾ മമ്മൂക്ക തന്നെ പറഞ്ഞു ധൈര്യമായിട്ട് അനൗൺസ് ചെയ്യടാന്ന്. ആ ഒരു സന്തോഷം ഈ വേദിയിൽ വെച്ച് പറയണം. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ സ്മാർട്ടായി ജയറാമേട്ടൻ അത് ഹാൻഡിൽ ചെയ്തു. ഒന്നെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു അടുത്ത സിനിമ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കിട്ടും. ഒരു സിനിമയുടെ ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അവസാനം വരുമ്പോൾ അതിലൊരാൾ മാത്രമായിരിക്കും പ്രൊഡ്യൂസർ ആവുക, അത് ജയറാമേട്ടനാവട്ടെ. വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോൾ വരുന്ന വഴിയിൽ ഇപ്പോൾ എന്ത് കഥ ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്ക നമുക്ക് ചേട്ടാനിയൻ അതല്ലേ എപ്പോഴും സേഫായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദിച്ചത് നീ ചേട്ടനാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആയിക്കോളാം. രണ്ടാമത്തെ ചേട്ടനായിട്ട് എന്നെയാണ് ചേട്ടനത് ഏറ്റവും ഇളയാള് മമ്മൂക്ക. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തതായി ഈ വേദിയിൽ നമ്മളുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ ആദരിക്കുന്നു. ശ്രീ ഡേവിഡ് കാച്ചിപ്പള്ളി പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. നല്ലൊരു കൈ നൽകാം. ഓർമ്മയ്ക്കായി നമ്മൾ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. ദിലീപേട്ട ട്രോഫി നൽകി ശ്രീ ഡേവിഡ് കാച്ചിപ്പള്ളിയെ ആദരിക്കുവാനായി റിക്വസ്റ്റ് ചെയ്തു. നല്ലൊരു കൈ നൽകാം. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇത്രയും കാലം ഈ മലയാള സിനിമാ ലോകത്ത് സജീവമായി നിലനിർത്തിയ എൻ്റെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. വേദിയിൽ നിൽക്കുന്ന എല്ലാ സൂപ്പർ സ്റ്റാർസിനും നല്ലൊരു കൈ നൽകാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്റ്റീഫൻ ഡേവിസി? ഇവരെ ഒന്ന് ഇളക്കാൻ ഞാൻ ആരെ ഇറക്കണം എന്നാണ് ആലോചിക്കുന്നത്. ഇപ്പൊ ഇവരെ ഇളക്കാൻ ഒരാളൊക്കെ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു മലയാളികളാണ്. മലയാളികളാവുമ്പോൾ നമ്മുടെ മലയാളത്തിന്റെ ആ ഒരു ഫീലിംഗ് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ മലയാള സിനിമയിൽ ഒരാൾക്ക് അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നാടൻ പാട്ട്. നാടൻ പാട്ടിലൂടെ നമ്മളുടെ ഹൃദയം കവർന്ന ഒരു നടനുണ്ട്. ഒരു അതുല്യ നടനാണ്. അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഏത് വേഷം നൽകിയാലും അദ്ദേഹത്തിന്റെ 100% ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും അതിന് നൽകും. അങ്ങനെ സോ മെനി റോൾസ്. സൗത്ത് ഇന്ത്യയിലെ ഒരു ബിസി ആക്ടർ ആണ്. അതിന്റെ കൂടെ ഒരു ഫാന്റാസ്റ്റിക് സിംഗർ ആണ്. നാടൻ പാട്ടുകൾക്ക് ഒരു പുതിയ മുഖം നൽകി അതിനെ പോപ്പുലർ ആക്കിയ ദി വൺ ആൻഡ് ഓൺലി കലാഭവൻ മണി. അസ്സലാമലൈക്കും. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. എന്നാലും നമുക്ക് കുറച്ചു നേരം നാടൻ പാട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സമയം കളയുന്നില്ല, നമുക്ക് നാടൻ പാട്ടിലൂടെ തന്നെ കിടക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഇന്നെന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഇന്നു നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ
കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഉപ്പുമുളക്കില്ല പാലിനോ കയ്പില്ല വീണയിൽ മീട്ടാത്ത രാഗമില്ല. ഉപ്പുമുളക്കില്ല പാലിനോ കയ്പില്ല വീണയിൽ മീട്ടാത്ത രാഗമില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. Come on, my friends! കുതിരയ്ക്കോ കൊമ്പില്ല കുതിരയ്ക്കോ മദറില്ല. കുതിരയ്ക്കോ കൊമ്പില്ല കുതിരയ്ക്കോ മദറില്ല. പച്ചില പാമ്പിനോ പത്തിയില്ല. പച്ചില പാമ്പിനോ പത്തിയില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഈ ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. താങ്ക് യു വെരി മച്ച്. ഐ ലവ് യു. ഞങ്ങളുടെ പിന്നെ ഈ പറഞ്ഞ സിനിമാ ബോധത്തിൽ തോന്നിയ സിനിമകൾക്കായിരുന്നു അവാർഡുകൾ നൽകിയത്. അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഈ അവാർഡ് ദാന ചടങ്ങിൽ നമ്മൾ തുടക്കം കുറിക്കുന്നു നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സ്. ആൻഡ് ദാറ്റ് ഫിലിം ഈസ് മലയാളികൾ വളരെയേറെ അംഗീകരിച്ച് ഇഷ്ടപ്പെട്ട ചിത്രം സെല്ലുലോയിഡ്. സെല്ലുലോയിഡ് എന്ന ചിത്രം കണ്ടതിന് ശേഷം ജൂറി എടുത്ത തീരുമാനപ്രകാരം 2 അവാർഡ്സ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ബെസ്റ്റ് എഡിറ്റർ കാറ്റഗറിയിലും ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ കാറ്റഗറിയിലും. ഈ അവാർഡ്സ് നൽകുന്നതിനായി വേദിയിലേക്ക് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ രാജു മാത്യു ആൻഡ് ശ്രീ സാബു ചെറിയാൻ. Award ഏറ്റുവാങ്ങുന്നതിനായി I would like to welcome the winner of Best Editor K. Rajagopal and the Best Art Director winner Kollam Suresh. സെല്ലുലോയിഡ് മലയാളത്തിലെ ആദ്യ ചലച്ചിത്ര സംരംഭമായ വിഗതകുമാരന്റെ നിർമ്മാണ പ്രക്രിയ ലോക സിനിമാ പ്രേമികൾക്ക് അനുഭവവേദ്യമാക്കി തന്ന ഈ ചിത്രത്തിലൂടെ ഇതിൻ്റെ നിർമ്മാതാവ് ശ്രീ ഉബൈദും സംവിധായകൻ ശ്രീ കമലും മലയാള സിനിമയോടുള്ള തൻ്റെ സ്തുത്രോപഹാരമാണ് പ്രകടമാക്കിയത്. മലയാള സിനിമയുടെ പിതാവായ ശ്രീ JC ഡാനിയലിൻ്റെയും ആദ്യ ചലച്ചിത്ര നായിക PK റോസിയുടെയും നൊമ്പരമുണർത്തുന്ന ജീവിതകഥ തന്മയത്വത്തോടുകൂടി ആവിഷ്കരിച്ചതിന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് ഈ ചിത്രം അർഹമാവുകയുണ്ടായി. ചിത്രം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. നല്ലൊരു കാര്യം നൽകാം for the fantastic pair. Here we go. നിങ്ങൾക്ക് വേണ്ടി വേദിയിൽ മനോഹരമായ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഒരുങ്ങിയിരിക്കുന്നത്. ആൻഡ് വേദിയിൽ എത്തുന്നത് മലയാള സിനിമയിലെ വളരെ പോപ്പുലറായ ഒരു നടി മാത്രമല്ല, ഒരു ഫാന്റാസ്റ്റിക് ഡാൻസറാണ്. ആൻഡ് കഴിഞ്ഞ കുറച്ച് വർഷമായി മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിലും സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിച്ചു കഴിഞ്ഞു ഈ നടി, നർത്തകി, ഗായിക. നിങ്ങൾക്ക് വേണ്ടി ഈ അവാർഡ് ദാന ചടങ്ങിൽ എത്തുന്നു ടു പെർഫോം എ വണ്ടർഫുൾ ഡാൻസ്.
Let's welcome the gorgeous Ramya Nambishan. നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നുണ്ടോ മഴയിൽ മാറിൽ ചേരും കനം പോലെ എന്നും ഞാൻ മഴയിൽ മാറിൽ ചേരും കനം പോലെ എന്നും ഞാൻ തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ മാനത്തെ താരങ്ങൾ പോലെ ഉള്ളിൽ നിറഞ്ഞു നീ പെണ്ണെ അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നു അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാരം അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാരം വരമായി വന്നൊരു മനമേ നീ പ്രേമാർദ്രം Saudia Group of Companies, Doha, Qatar presents Kerala Film Producers Association Award 2014-il Migacha Nadan Best Actor. രണ്ട് ചിത്രങ്ങളിലെ സ്റ്റെല്ലർ പെർഫോമൻസിന് വേണ്ടി ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്
North 24 Kadam and Annayum Rasoolum എന്ന ചിത്രങ്ങളിൽ തകർത്ത പെർഫോമൻസസ് കാഴ്ചവെച്ച none other than Fahad Fazil ആണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ഫഹദിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. Let's welcome the spectacular actor Fahad Fazil, Best Actor at Kerala Film Producers Association Awards 2014. മികച്ച നടൻ. 17-ാം വയസ്സിൽ സിനിമയിൽ വന്ന് ആദ്യ അഭിനയം കാഴ്ചവെച്ച് ഉപരിപഠനത്തിന് പോയ സുമുഖനായ ഈ ചെറുപ്പക്കാരനെ മലയാളി പ്രേക്ഷകർ മറന്നു തുടങ്ങുമ്പോഴേക്കും 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് മലയാളത്തിലെ ആദ്യത്തെ സിനിമാ സമാഹാരമായ കേരള കഫയിലെ നാഗരിക കഥാപാത്രത്തെ തൻ്റെ സ്വാഭാവിക അഭിനയത്താൽ സമ്പുഷ്ടമാക്കി വരവറിയിച്ച പ്രതിഭ. തുടർന്ന് അനന്യസാധാരണമെന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടേണ്ട അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന മിത അഭിനയത്താൽ ചാപ്പ കുരിശ്, അകം, 22 ഫീമെയിൽ കോട്ടയം, ആമേൻ, ഡയമണ്ട് നെക്ലേസ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കി പ്രേക്ഷക പ്രിയങ്കരനായി മാറിയ ശ്രീ ഫഹദ് ഫാസിലിനെയാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുത്തത്. നോർത്ത് 24 കാദം, അന്നയും റസൂലും എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ തൻ്റെ അഭിനയ മികവിനാൽ അനശ്വരമാക്കിയതാണ് ഈ പുരസ്കാരത്തിന് ഇദ്ദേഹത്തെ അർഹനാക്കിയത്. ശ്രീ ഫഹദ് ഫാസിലിനും ഇരു ചിത്രങ്ങളിലെ നിർമ്മാതാക്കൾക്കും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഹാർദമായ അഭിനന്ദനങ്ങൾ. Well, ladies and gentlemen, മികച്ച നടൻ is Fahad Fazil for Annayum Rasoolum and North 24 Kadam. Award നൽകുന്നതിനായി I would like to welcome the KPFA President Sri Suresh Kumar. നല്ലൊരു കൈഡി നൽകാം. സ്പെക്ടാക്യുലർ കഥാപാത്രങ്ങളായി നമ്മുടെ മുന്നിലെത്തിയ ഫഹദ് ഫാസിൽ ഈസ് ബെസ്റ്റ് ആക്ടർ. ഖത്തറിലുള്ള മലയാളികൾക്ക് മുമ്പിൽ ഈ അവാർഡ് സ്വീകരിക്കുമ്പോൾ ഫഹദ് ഫാസിലിന് എന്താണ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്, നമസ്കാരം ഖത്തർ. ഇത് ഖത്തറിലെൻ്റെ 3ാമത്തെ അവാർഡാണ്. കേരള പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ 2ാമത്തെ അവാർഡ്. കഴിഞ്ഞ വർഷവും എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. ഈ വർഷം ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലാദ്യം മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടന്മാരുടെ മുന്നിൽ നിന്നും എനിക്ക് ഈ അവാർഡ് വാങ്ങാൻ പറ്റിയെന്ന്. അതോടൊപ്പം ഒരു പേഴ്സണലായിട്ടുള്ളൊരു സന്തോഷം, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. 2 ചിത്രങ്ങളാണ്, നോർത്ത് 24 കാദം, അന്നയും റസൂലും. 2 സിനിമകളും സംവിധാനം ചെയ്തിരിക്കുന്ന ഡയറക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ സ്വന്തം ചേട്ടന്മാരെ പോലെ കാണുന്ന അനിൽ രാധാകൃഷ്ണനും രാജീവ് രവിയും. ഇത് അവർക്കുള്ള അവാർഡാണ്. അവർ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവർ ചെയ്യരുതെന്ന് പറഞ്ഞൊന്നും ഞാൻ ചെയ്തിട്ടില്ല. താങ്ക് യു. Congratulations, Fahad Fazil, Best Actor for Annayum Rasoolum and North 24 Kadam. നല്ലൊരു ടീമിനോടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. വളരെ എക്സ്പീരിയൻസ് ഉള്ള, ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ ഉള്ള, അതിൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് സ്റ്റേജിൽ കാണാം. ഐ തിങ്ക് കുറെ ആൾക്കാരെ കാണാനില്ല. മലയാള സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഓഫ് കോഴ്സ് സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, മ്യൂസിഷ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് 100% അവിടുത്തെ കൊമേഡിയൻസ് ആണ്. യാതൊരു സംശയവുമില്ല. അപ്പൊ അവരുടെ വക ഒരു സ്കിറ്റ് ഇല്ലെങ്കിൽ ഇത് പൂർണ്ണമാവോ? ആവില്ല. അപ്പോൾ മലയാള സിനിമയിലെ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇതാ നിങ്ങൾക്ക് വേണ്ടി വേദിയിൽ എത്തുന്നു. ന്യൂ ജനറേഷൻ സിനിമയെ കുറിച്ചുള്ള ഒരു സ്കിറ്റുമായി. എന്താണ് അവർ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല, പക്ഷെ ആരൊക്കെയാണ് എന്ന് എനിക്കറിയാം. സോ ഹിയർ വി ഗോ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ താരങ്ങളെ, ഈ നക്ഷത്രങ്ങളെ കൈയടിച്ച് സ്വാഗതം ചെയ്യൂ. സുരാജ് വെഞ്ഞാറമൂട്, നാദിർ ഷാ, ടിനി ടോം, അജു വർഗീസ്, ഇടവേള ബാബു, സാജു നവോദയ, നന്ദു പൊതുവാൾ, തെസ്നി ഖാൻ, സുബി സുരേഷ്, അതിന്റെ കൂടെ ഡാൻസേഴ്സ്, ക്രൗഡ് എല്ലാവരും. Are you ready? ന്യൂ ജനറേഷൻ സിനിമ എന്താണ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ, അങ്ങനെ 2 വ്യത്യാസങ്ങൾ. യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് അങ്ങനെ ഒരു വ്യത്യാസം പാടില്ല. നമ്മുടെ മലയാള സിനിമ എന്നാണ് അവകാശപ്പെടേണ്ടത്. ഇന്ത്യൻ സിനിമയുടെ 100 സുവർണ വർഷങ്ങൾ പൂർത്തിയാകുന്നു. ആ കിരീടത്തിൽ മലയാള സിനിമയുടെ പൊൻതൂവലുകൾ ഏറെയാണ്.
ഏറെ വൈവിധ്യമായിരുന്നു മലയാള സിനിമയുടെ 84 വർഷങ്ങൾ. നിരവധി മാറ്റങ്ങൾ. ഇന്നെല്ലാ മാറ്റങ്ങൾക്കും ശേഷം മലയാള സിനിമ പുതിയ തലത്തിലെത്തി നിൽക്കുന്നു. ന്യൂ ജനറേഷൻ. ചിലരതിനെ 2 ജനറേഷൻ എന്നും പറയുന്നു. 2 ജനറേഷൻ ആയാലും കൊള്ളാം, ന്യൂ ജനറേഷൻ ആയാലും കൊള്ളാം. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലേ. ഇതാ ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളിലേക്ക്. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പൊട്ടൻ പടത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പൊട്ടൻ പടത്തിൽ അതിഥിയായി എത്തുന്നത് 2 ജനറേഷൻ സംവിധായകൻ ചേസു അഥവാ ചേമ്പുംകണ്ടത്തിൽ സുകുമാരനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ന്യൂ ജനറേഷൻ സംവിധായകൻ മിസ്റ്റർ ചേസു. നമസ്കാരം സർ. ഹായ്, ഗുഡ് മോർണിംഗ് ബ്രോ. യോ സർ, സാറിനോട് എന്റെ ആദ്യത്തെ ചോദ്യം. സാർ എങ്ങനെയാണ് ഈ ന്യൂ ജനറേഷൻ സംവിധായകനായി മാറിയത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുമ്പോ ഇഷ്ടം പോലെ തെറി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്നിട്ട് അപ്പൊ എന്റെ ഈ പച്ചത്തെറി കേട്ട് എന്റെ സ്വന്തം അളിയൻ എന്നോട് ചോദിച്ചു, അളിയൻ മനോഹരമായിട്ട് തെറി പറയുന്നുണ്ടല്ലോ, അളിയൻ അങ്ങനെയാണെങ്കിൽ പോയി ഒരു ന്യൂ ജനറേഷൻ സിനിമ സംവിധാനം ചെയ്തുകൂടെയെന്ന്. സ്പോട്ടിൽ തന്നെ അളിയനെയും കുടുംബത്തിനെയും വാരിയിട്ട് തള്ളയ്ക്കും വിളിച്ചിട്ട് ഞാൻ നേരെ പോയി. എങ്ങോട്ട്? ന്യൂ ജനറേഷൻ സിനിമ സംവിധാനം ചെയ്യാൻ. ദൈവമേ, ഞാൻ സാറിന്റെ അടുത്തൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ? ഒന്ന് ഹൈഡ് ചെയ്യണ്ട, ഫുൾ ഓപ്പൺ ഇറ്റ്. സാറിന്റെ കഴിഞ്ഞ പടത്തില് നായകനും നായികയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു വീണ വായന കേട്ടു. സത്യം പറഞ്ഞ ആ സീനിൽ വീണയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് വീണ വായന അല്ല. പിന്നെ ഈ നായകനും നായികയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ ഉള്ളതിനേക്കാൾ തെറികൾ വീണ്ടും കയറി വന്നു. എന്നിട്ട് ആ സ്ഥലത്തൊക്കെ സെൻസറുകാർ ഇട്ടു. അവസാനം എല്ലാം കൂടെ കയറി വന്നപ്പോ ഒരു വീണ വായനയായിട്ട് തോന്നിയതാണ്. സാറിന്റെ ഏറ്റവും പുതിയ പ്രോജക്ട് ഏതാണ്? വാട്ട് എ നൈസ് ക്വസ്റ്റ്യൻ. എന്തു പറ്റി സാർ? ഈ പറഞ്ഞപ്പോ കോട്ടുവാ കയറി വന്നത്. ഞാനൊരു പട്ടി ഊരിയിട്ടതാണ്. പട്ടി ഇവിടെ നിന്ന് ഊരിയിടാൻ സമ്മതിക്കില്ലല്ലോ. Look man, I am always thinking different way. എല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ഒരു ന്യൂ ജനറേഷൻ വിവർഷനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അയ്യേ, മനസ്സിലായില്ലേ സാർ? ചന്തുവിനെയും കൊല്ലും, ഉണ്ണിയാർച്ചയും ചാകും. അല്ല സാർ, ഈ വടക്കൻ വീരഗാഥ എന്നൊക്കെ പറയുമ്പോ അത് ഈ നമ്മുടെ MT സാറിന്റെ സ്ക്രിപ്റ്റ് അല്ലേ? സോ വാട്ട് പേര് പോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റും ഫുൾ MT ആയിരുന്നില്ലേ? ഒരു ഒറ്റ പോലും അവർക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചോ? ടെൽ മീ. പിന്നെ എന്റെ ഈ പടത്തിൽ മറ്റൊരു പ്രത്യേകത, ഉണ്ണിയാർച്ച ഒരുപാട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ല സാർ, അതിപ്പോ പഴയ പടത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ എന്റെ ഈ പടത്തിൽ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നത് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. നോ ഹൈഡിങ്, ഫുൾ ഓപ്പൺ. അത് കലക്കി സാർ. സാറിന്റെ ഈ അരയില് ഒരു 3-4 പൗച്ച് ഞാൻ ശ്രദ്ധിച്ചു. ഇതെന്താണ് സാർ? അയ്യോ, അത് പൗച്ചല്ല. സത്യം പറഞ്ഞാൽ ഇത് കഞ്ചാവ്, ഇത് ബ്രൗൺ ഷുഗർ, ഇത് പെത്തഡിൻ, ഇതൊക്കെ ഉണ്ടെങ്കിലേ ന്യൂജിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ബെഡ്റൂമിൽ കാണിക്കേണ്ട പല കാര്യങ്ങളും ഡൈനിങ് റൂമിൽ കാണിക്കുന്നതും, ഡൈനിങ് റൂമിൽ കാണിക്കേണ്ട പല കാര്യങ്ങളും ബാത്റൂമിൽ കാണിക്കുന്നതും. ഓഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെ എന്റെ ഈ സിനിമ തുടങ്ങുന്നതും ക്ലോസറ്റിന്റെ ക്ലോസപ്പ് ഷോട്ടിൽ നിന്നാണ്. ഇതാണ് ഒരു സിനിമയുടെ വൃത്തിയായ ആരംഭം. സാറിന്റെ വടക്കൻ വീരഗാഥയില് ആദ്യം ചിത്രീകരിച്ച രംഗം ഏതാണ്? ആ പഴയ ആരോമലും കീരോമലും എന്ന് പറയുന്ന 2 കൂറ പയ്യന്മാരില്ലേ, അവര് ചന്തുവിനെ കാണാൻ വരുന്നതാണ്. പക്ഷേ ആ പഴയ ചീള പേരുകളെല്ലാം ഞാനങ്ങ് മാറ്റി. ഇപ്പൊ എന്താണ് അവരുടെ പേര്? ഡിക്രൂസും ഫെഡറിക്കും. അവര് ചന്തു അങ്കിളിനെ കാണാൻ കൈ നിറയെ ടൂൾസുമായിട്ട് ഫോർട്ട് കൊച്ചിയിലുള്ള തറവാട്ടിലേക്ക് വരുന്നു. അവിടെ നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു. People wanna step into the party and jive. Watch them make it, break it down. The music will just ooze. What you wanna do, baby? It's on you, baby. Gotta walk around, man. Who the hell are you? ഇതാണ് ആ കാട്ടിയുടെ വീട്, ചന്തുവിന്റെ. വേഗം ഇറങ്ങി വരാൻ പറ, പൂളും കഴിഞ്ഞ അടുത്ത് പണിക്ക് കൊണ്ടാണ്. Once again, I need something to deal with this goddamn pain. Chandu, come on. We are waiting for you. ചന്തുവിന്റെ പഴയ സെറ്റപ്പാന്ന് തോന്നുന്നു. ഓൾഡ് ജനറേഷൻ ആണെങ്കിലും സംഗതി കൊള്ളാം. ഗഡി, എനിക്ക് അവളുടെ ഇഷ്ടപ്പെട്ടു. നിനക്കാ? എനിക്കതല്ല, എനിക്ക് അവളുടെ ആണ് ഇഷ്ടപ്പെട്ടത്. ഒന്ന് പതുക്കപ്പരടപ്പാ. ആരെങ്കിലും കേട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മടെ പോകും. Hi guys, are you waiting outside? Coming inside. What would you like to have? Hot or cold? മച്ചു കുടിക്കണ കാര്യമാണ് പറഞ്ഞേട്ടാ. ഈ സാധനമൊക്കെ കുടിക്കോടാപ്പാ. കുടിക്കോന്നല്ല, ഇതൊക്കെ പിടിച്ച് കടിക്കോന്നാണ് എന്റെ പേടി. കുട്ടിമാളു, who is there? This is a children also. എന്താണ് മച്ചു
ശശു, എന്താണ് പരിപാടി? ഞാൻ ഫ്രാങ്ക്ലിൻ. കുമ്പാരിക്ക് ചെറിയൊരു കൊട്ടേഷൻ ഉണ്ടല്ലോ, ചാകാൻ റെഡി ആയിക്കോ. എവിടെന്ന് വരുന്നു? ഞങ്ങ പുത്തൂരം പാലസ് എന്നാണ് പറഞ്ഞത്. പുത്തൂരം വീട് പുതിയ പുത്തൂരം വീടായിരിക്കും, പക്ഷെ ചന്തു പഴയ ചന്തുവല്ല. വന്ന കാര്യം പറ. പണ്ട് മച്ചുമായിട്ട് നടന്നിട്ട് കുമ്പാരി ഒരുത്തന്റെ പള്ളക്ക് കത്തി കയറ്റിയില്ലേ, അതിനൊരു സ്കെച്ച് വീണിട്ടുണ്ട്. 8 പണി തരാൻ വന്നതാണ്. ചന്തുവിന്റെ ചീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ചന്തുവിന് സ്കെച്ചിട്ടവരുണ്ട് പലരും, പലവട്ടം. പൊന്നിനൊപ്പം തൂക്കി നോക്കിയപ്പോൾ സ്നേഹിച്ച പെണ്ണെന്നെ സ്കെച്ചിട്ടു. ഇരുമ്പാണി തട്ടി സ്ട്രോങ് ആക്കി മുളയാണി വെച്ച് കഞ്ചാവ് തടി കൊണ്ട് വടിവാള് വിളക്കാൻ ഫ്രീക്ക് കൊല്ലണ 16 ഗോൾഡ് കോയിൻ സ്പോയിൽ ചെയ്തവൻ ചന്തു. കൊട്ടേഷന് പോയപ്പോൾ ടൂൾസ് എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു വെറുതെ സൈസ് ഇറക്കിയവൻ ചന്തു. അങ്ങനെ എന്തെല്ലാം പാടി നടക്കുന്നു വെളിവുകെട്ട ബാൻഡ് ടീമുകൾ നിങ്ങളുടെ നാട്ടിൽ. എനിക്ക് ജസ്റ്റ് മിസ്സായി പോയ ബഡീസ് ആണല്ലോ മക്കളെ നിങ്ങൾ. ഗോ ബാക്ക് മൈ ചിൽഡ്രൻ, ഗോ ബാക്ക്, ഗോ ബാക്ക്. What a good, excellent scene. കണ്ടില്ലേ, ഇത്രയും ഡെവലപ്പ് ചെയ്യാനുള്ള സീനാണ് അവര് വെറുതെ എംടി ആക്കി മാറ്റിയത്. സാറിന്റെ പടത്തില് എത്ര പാട്ടുണ്ട്? മോർ ദാൻ 3 songs. ആകെപ്പാടെ 3 പാട്ട്. ഒന്നൊരു റാപ്പ്, പിന്നൊരു റേപ്പ്, പിന്നെ പടം തീർന്നു കഴിഞ്ഞാൽ ഒരു കോപ്പിലെ പാട്ട്. കോപ്പല്ല, ടോപ്പ് പാട്ട് നിന്നു. സാർ, ഈ പടത്തിലെ റൊമാൻസ് സീൻസ് എങ്ങനെയാണ് സാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിലെ ചന്തുവും ഉണ്ണിയാർച്ചയുമായിട്ടുള്ള പ്രണയ സീക്വൻസുകൾ ഞാൻ വെറും കൾച്ചറില്ലാതെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, വേറെ കൾച്ചറിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ല സാർ, ഈ വേറെ കൾച്ചറിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോ സാറിന്റെ പടത്തിലെ നായകനും നായികയായിട്ടുള്ള ഉന്തും ചണ്ണിയാർച്ചയും തമ്മിലുള്ള അല്ല ഈ ചന്തുവും ഉണ്ണിയാർച്ചയും തമ്മിലുള്ള റൊമാൻസ് സാർ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്? അതായത് ചന്തു ഇങ്ങനെ മിഡ് നൈറ്റ് റിവർ നീന്തി കടന്ന്. മിഡ് നൈറ്റ് റിവർ പാതിരാപ്പുഴയെന്നെ. പക്ഷേ എന്റെ പടത്തിൽ ചന്തു പാതിരാപ്പുഴ നീന്തി കടന്നല്ല വരുന്നത്. പിന്നെ പകരം സ്പീഡ് ബോട്ടിൽ ഉണ്ണിയാർച്ചയുടെ ഐറ്റം ഡാൻസ് നടക്കുന്ന DJ ഫ്ലോറിലേക്കാണ് വരുന്നത്. ബ്രോ, കൊള്ളാലോ പീസ്. ഹലോ, എപ്പാ? ആ ബഡിയുടെ ഡാഡി വടിയായി കേട്ടാ. ഡാഡിക്ക് സ്കൂട്ടാകാൻ കണ്ട സമയം ഞാൻ ഇവിടെ ഒന്ന് സൈഡാക്കട്ടെ. ഈ ഐറ്റത്തെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആക്കിയാലോ? അതെന്തിനാ? അതാകുമ്പോ ഞങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാലോ. വേണ്ട, നമ്മക്ക് ഇങ്ങനെ ഇതിനെയൊക്കെ കണ്ട് ലൈക്ക് അടിക്കാനുള്ള യോഗം ഉള്ളു മച്ചുവേ. ഇങ്ങോട്ട് വന്നി. ഹായ് ഡാർലിംഗ്. ഹായ്. ഡാ ചന്തു, എനിക്ക് നിന്റെ എല്ലാം ഇഷ്ടമായി. ഐ ലവ് യു ഡാ. ഐ ടു ലവ് യു ഡി. എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു. ഐ വാണ്ട് ടു ഡു എ ലിപ് ലോക്ക്. റെഡി, അവള് റെഡി ആയിട്ടാ. നമ്മളിനിപ്പോ എന്ത് ചെയ്യും? ബ്രൗൺ ഷുഗർ ഇട്ടോ? ഇല്ല. എങ്കിൽ പിന്നെ കഞ്ചാവ് അടിക്കാം. ബാ. അവിടെ നടന്ന സംഭവം ഉണ്ണിയാർച്ച മൊബൈലിൽ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടുന്നു. അത് കണ്ട് മനം തകർന്ന ചന്തു ഉണ്ണിയാർച്ചയോട് ചോദിക്കുന്നു, യൂട്യൂബ് ബ്രൂട്ടോസ് എന്ന് വെച്ചാ നീ അത് യൂട്യൂബിൽ ഇട്ടല്ലേടിന്ന്. സാർ, ബ്രോ, സാറിന്റെ ഈ പടത്തിൽ ആരെയാണ് യഥാർത്ഥത്തിൽ കൊല്ലുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ, ബട്ട് ഐ ഡോണ്ട് ആസ്ക്. ദാറ്റ് ഈസ് ദ സസ്പെൻസ്. ഇതിൽ ഒരാളെ കൊല്ലുന്നുണ്ട്, പക്ഷെ അത് ആരാണ് മരിക്കുന്നുള്ളത് പടം റിലീസിന്റെ അന്ന് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ചേസു സംവിധാനം ചെയ്ത പുതിയ ന്യൂ ജനറേഷൻ സിനിമ റിലീസായി. ശേഷം കാഴ്ചയിൽ. ഹലോ, പടം എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ?
എന്ത് ഞാൻ എവിടെയാന്നു? ഞാനിവിടെ കഞ്ചാവ് പുരയിൽ തന്നെ ഉണ്ട്. എന്ത് കുറവാണെന്നോ? പേടിക്കണ്ട, ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷോയിൽ ആവശ്യത്തിലേറെ തെറി നമ്മൾ കുത്തി നിറയ്ക്കുന്നുണ്ട്. ഹായ് മോനു, പപ്പയുടെ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഞാൻ ചെവി പറയാം. പറഞ്ഞോളൂ. ഇത്രയും തെറി നീ എങ്ങനെയാ പഠിച്ചത്? എന്താണ് നിന്റെ കയ്യിലിരിക്കുന്നത്? കഞ്ചാവ്. ഈശ്വര, എന്റെ മകൻ എന്റെ സിനിമ കണ്ട് തന്നെ വഴിതെറ്റി. സാറേ, സ്വന്തം മകൻ വഴിതെറ്റിപ്പോയപ്പോ വിഷമമുണ്ടല്ലേ? സാറിന്റെ സിനിമ കണ്ടിട്ട് ഇതുപോലെ വഴിതെറ്റിപ്പോയ ഒരുപാട് കുട്ടികളുണ്ട്. എന്റെ മകൻ അടക്കം. സ്വയബോധത്തോടെ സിനിമ കണ്ട ആൾക്കാർ ദേ വരുന്നുണ്ട്. വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. അങ്ങനെ അവസാനം സംവിധായകൻ പറഞ്ഞ സസ്പെൻസ് സിനിമ കാണാതെ തന്നെ നാട്ടുകാര് കണ്ടു. ആരെ കൊന്നെന്ന്. നമുക്ക് വേണ്ട സിനിമകൾ ഇതൊന്നുമല്ല. കാലദേശാന്തരങ്ങൾ വാഴ്ത്തുന്ന സിനിമകൾ. ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ എന്നീ വേർതിരിവില്ലാതെ എല്ലാ ജനറേഷനും ആസ്വദിക്കുന്ന സിനിമ. നല്ല സിനിമകളുടെ ആ സുവർണ്ണ കാലഘട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം.